topics: ecosystem, habitat, biotic, abiotic, interdependence. Dears, let's read the conversation between the grand old banyan tree and the soil. Who is smarter? ആരാണ് കേമൻ? I'm the one who provides shelter and home to most of the organisms. Who said? Boosted the grand old banyan tree. എന്താ പറഞ്ഞത്? ഞാനാണ് എല്ലാവർക്കും താമസ സ്ഥലം ഒരുക്കുന്നതല്ലേ? Really? സത്യമായിട്ടും? Why don't you look around carefully? എന്താ നീ ഒന്ന് ചുറ്റും നോക്കാത്തെ? Almost all organisms live in me. എല്ലാവരും എന്നിലാ താമസിക്കുന്നത്. In fact, even you, Granny Banyan, dwell in me. ഈ ആൽമര മുത്തശ്ശി പോലും എന്നിലാണ് താമസിക്കുന്നത്. Claim the soil. ആര് പറഞ്ഞു? The soil said. Both are smarter, no? രണ്ടാളും സ്മാർട്ട് അല്ലേ? രണ്ടാൾക്കും അവരുടേതായ ഫങ്ഷൻസ് ഉണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ റീഡിങ്. നെയിം സം ഓർഗാനിസംസ് വിച്ച് ലിവ് ഇൻ സോയിൽ. മണ്ണിൽ താമസിക്കുന്ന കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരുപാടുണ്ടല്ലേ? ഓക്കെ. മെനി ഓർഗാനിസംസ് ലിവ് ഇൻ റോക്സ് ടു. റോക്കിലും ഒരുപാട് ഓർഗാനിസംസ് താമസിക്കുന്നില്ലേ? റൈറ്റ് ദർ നെയിംസ്. നിങ്ങൾക്ക് കുറച്ച് പേര് എഴുതാവോ? സ്നേക്ക്, ഗ്രാസ്, വേംസ് ഒക്കെ അവിടെ താമസിക്കുന്നുണ്ടല്ലേ? നെക്സ്റ്റ്, മേക്ക് എ ലിസ്റ്റ് ഓഫ് യൂസസ് ഓഫ് banyan tree to organisms. Provides fresh air for the organisms, shelter for birds. പിന്നെ ഒരുപാട് പ്ലാന്റ്സ് ആൽമരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിപ്പടർന്ന് വളരുന്നത് കണ്ടിട്ടില്ലേ? സോ ഇറ്റ് ഈസ് എ ഹോം ഫോർ സോ മെനി ഓർഗാനിസംസ് അല്ലേ? ഒരുപാട് ഓർഗാനിസത്തിന് ഹോം ഒരുക്കുന്നുണ്ട് ആര്? ദ ബനിയൻ ട്രീ. അതുകൊണ്ട് തന്നെ ആൽമരത്തെ നമുക്ക് ബേർഡ്സിൻ്റെ താമസ സ്ഥലമെന്നും ചില പ്ലാന്റ്സിൻ്റെ താമസ സ്ഥലമെന്നും വിളിക്കാം. അപ്പോൾ താമസ സ്ഥലത്തിന് എന്താ പറയുക? ഹാബിറ്റാറ്റ്. വാട്ട് ഈസ് എ ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് ഈസ് എ നാച്ചുറൽ ഹോം ഓഫ് എൻ ആനിമൽ, പ്ലാന്റ് ഓർ അതർ organism. Now let's discuss about ecosystem. Definition we can discuss later. There are different types of ecosystem. They are natural and artificial. പ്രകൃതിപരമായുള്ളതും artificial means മനുഷ്യന്മാർ ഉണ്ടാക്കുന്നത്. Natural ecosystem. There are two types: terrestrial and aquatic. Terrestrial, forest, grassland, desert. Aquatic, marine, freshwater, polar. Let's watch the videos of different ecosystem and make a definition for the ecosystem. Forest. കാടുകൾ. Grasslands. പുൽമേടുകൾ. Deserts. മരുഭൂമി. Marine. സമുദ്രം. Fresh water. ശുദ്ധജല വ്യവസ്ഥകൾ. പോളാർ. ധ്രുവപ്രദേശം. Artificial ecosystems. Garden, aquarium. Garden. തോട്ടങ്ങൾ. Aquarium. We watched different ecosystems. ഒരുപാട് ഇക്കോസിസ്റ്റം നമ്മളിപ്പോൾ കണ്ടു അല്ലേ? അപ്പോൾ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഒരൊറ്റ ഓർഗാനിസം ആണോ ഉള്ളത്? അല്ല അല്ലേ? ഒരുപാട് ഓർഗാനിസംസും അതിൻ്റെ ഹാബിറ്റാറ്റൊക്കെ ചേർന്നതാണ് അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ: an ecosystem is a community of interacting organisms and their environment
ഒരുപാട് ഓർഗാനിസംസും അതിൻ്റെ എൻവയോൺമെൻറ്റും ആയിട്ടുള്ളതാണ് ഒരു ഇക്കോസിസ്റ്റം. ലിവിങ് തിങ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ലിവിങ് തിങ്സ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു. കൂടാതെ ഓൾസോ വിത്ത് നോൺ ലിവിങ് തിങ്സ് ലൈക്ക് സോയിൽ, വാട്ടർ ആൻഡ് എയർ. കൂടാതെ അവർ സോയിലും വാട്ടർ എയറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇക്കോസിസ്റ്റംസ് കണ്ടെയ്ൻ മെനി ലിവിങ് തിങ്സ് ആൻഡ് ക്യാൻ ബി ആസ് സ്മോൾ ആസ് യുവർ ബാക്ക്യാർഡ് ഓർ ആസ് ലാർജ് ആസ് ദ ഓഷ്യൻ. അപ്പോൾ എന്താണ് ഇക്കോസിസ്റ്റം? അത് നിങ്ങളുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൻ്റെ അത്രയോ അല്ലെങ്കിൽ വലിയ കടലിൻ്റെ അത്രയോ ഉള്ളതോ ആവാം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാബിറ്റാറ്റ് ആൻഡ് ഇക്കോസിസ്റ്റം? ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനിമലിൻ്റെ സറൗണ്ടിങ് ആണ്. എന്നാൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരുപാട് ആനിമൽസിൻ്റെ സറൗണ്ടിങ്സ് ആണ്. ഇക്കോസിസ്റ്റത്തിൽ ഓർഗാനിസംസ് മാത്രമല്ല, നോൺ ഓർഗാനിസംസ്, അത് മീൻസ് നോൺ ലിവിങ് തിങ്സും ഉണ്ട് അല്ലേ. So an ecosystem is basically the neighborhood where an animal live. The habitat is the animal's address in that neighborhood. Okay. Some animals can survive in more than one habitat. ചില ആനിമൽസിന് ഒരുപാട് ഹാബിറ്റാറ്റിൽ താമസിക്കാൻ പറ്റും. ചിലതിനോ they are limited to certain habitats. Let's continue with the textbook. There are several organisms living in and around ponds, trees and fields. You know that meanings. These organisms need air, water, soil and sunlight to live. അപ്പോൾ ഓർഗാനിസംസ് പോൺസിലും ട്രീസിലൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് എന്ത് വേണം? എയർ, വാട്ടർ, സോയിൽ, സൺലൈറ്റ് എല്ലാം വേണം അല്ലേ. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ്. പ്ലാന്റ്സും ആനിമൽസും പരസ്പരം സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ആനിമൽസ് പ്ലാന്റ് ഈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പ്ലാന്റ് ഓക്സിജൻ തരുന്നുണ്ട്, ലൈക്ക് ദാറ്റ്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നോൺ ലിവിങ് തിങ് ആണ് വാട്ടറും എയറൊക്കെ അല്ലേ. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ്. ലിവിങ് തിങ്സിന് പറയുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. നോൺ ലിവിങ് തിങ്സ് ആർ കോൾഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. നോൺ ലിവിങ് തിങ്സിന് പറയുന്ന പേരാണ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ക്യാൻ ഹ്യൂമൻ ബീങ്സ് ലിവ് വിത്തൗട്ട് എയർ ആൻഡ് വാട്ടർ? ഹ്യൂമൻ ബീങ്സിന് എയറും വാട്ടറും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഹൗ ഡു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ? എങ്ങനെയാണ് ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്? എക്സാമിൻ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ദ ജനറൽ ഫാക്ട്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യുക. വി ക്യാൻ സീ ദാറ്റ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ആൻ ഏരിയ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. നമുക്ക് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണാം അല്ലേ. ഇക്കോസിസ്റ്റത്തിൻ്റെ ഡെഫിനേഷൻ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് എക്സാമിൻ ദ ടേബിൾ. What's it? An ecosystem includes the mutually dependent biotic and abiotic factors of a particular place. ഒരു പെർട്ടിക്കുലർ പ്ലേസിലെ ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിനെയാണ് നമ്മളൊരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് വാച്ച് ദ ടേബിൾ. ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ്റർഡിപ്പെൻഡൻസ്. ബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടർ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫിഷ്, വാട്ടർ, ബനിയൻ ട്രീ, ലോട്ടസ്, റോക്ക്, എയർ, ഫ്രോഗ്, വാട്ടർ സ്നേക്ക്. Let's look the factors and interdependence. Fish live in water, feed on small organisms in water. So it depends on water. Water provides dwelling place for organisms. Banyan tree makes the soil fertile, help retain water in the soil. Lotus living in water. Rock provides living place for organisms. Air, organisms need air to breathe and live. Frog lives both in water and on land. Water snake lives in water and feed on small animals. Light helps the organisms to see. Tortoise digs burrows in the soil and lives there. Soil helps the plants to grow. Vines gives fruits. Grows towards sunlight.